300-ൽ 400-ലൊക്കെ ഇരിക്കുന്ന ഷുഗറേ അത് നോർമലാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? മരുന്ന് കഴിക്കാതെ ഇത് നോർമലാവോ എന്നുള്ള ഒരു ഡൗട്ട് കുറേ ആളുകൾക്കുണ്ട്. പ്രമേഹ രോഗം എന്നുള്ളൊരു അസുഖം നമ്മളെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും റീമേക്കിംഗ് പ്രോസസ്സിലോട്ട്, അതായത് നമ്മൾ മുമ്പേ നമ്മൾ എങ്ങനെ ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു നമുക്ക് ആ സ്റ്റേജിലേക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. മുറിവുകൾ ഉണങ്ങാണ്ടിരിക്കാം, അണുബാധ വരാം, ശരീരഭാരം കുറയാം, അതുപോലെ തന്നെ രാത്രിയുള്ള ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, അമിതമായിട്ടുള്ള ദാഹം, ഇതൊക്കെ തന്നെ ഷുഗർ ഉള്ള ഒരാൾക്കുള്ള സിംറ്റംസാണ്, അതായത് ലക്ഷണങ്ങളാണ്. മതിയായ ഉറക്കമില്ലെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ഒരു 7 to 8 മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങണം. പ്രമേഹ രോഗം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്പോയിലായി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഈ ഒരു അസുഖത്തിനില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കാം, കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാം, അത് ഹൃദയത്തിനെ ബാധിക്കാം, അതുപോലെ തന്നെ വൃക്ക തകരാറിലാക്കാം, BP-യുടെ ആ ഒരു അനുപാതം ഒരു പക്ഷേ നിങ്ങൾക്ക് കൂട്ടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ പേഷ്യൻസ് ചോദിക്കുന്നതാണ്, ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ അത് സെക്ഷൽ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ബാധിക്കും. 300-ൽ 400-ലൊക്കെ ഇരിക്കുന്ന ഷുഗറേ അത് നോർമലാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ? മരുന്ന് കഴിക്കാതെ ഇത് നോർമലാവോ എന്നുള്ള ഒരു ഡൗട്ട് കുറേ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ, ഷുഗർ ഇത്രയും ഹൈ ലെവലാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാൻ പോവാതെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് എടുക്കേണ്ടി വരും, ഇതിന് കൺട്രോളിൽ വരില്ല, അല്ലെങ്കിൽ മെഡിസിൻ കഴിച്ചാൽ മറ്റ് സൈഡ് എഫക്റ്റുകൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കാതെ പോകുന്ന പ്രമേഹ രോഗികളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, പ്രമേഹ രോഗികൾ ആയിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കാലാകാലം മരിക്കുന്നത് വരെ മരുന്ന് എടുക്കണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഇനി എടുക്കുന്ന മരുന്ന് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്നും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിസിൻ എടുത്തും ഫുഡ് നിയന്ത്രണം എടുത്താലും ഇത് നോർമൽ സ്റ്റേജിലോട്ട് വരാൻ പറ്റുമോ, ഈ രീതിയിലും കുറേ പേർക്ക് ഡൗട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ പ്രമേഹ രോഗം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പറയാനുള്ളത്, പ്രമേഹ രോഗം എന്നുള്ളൊരു അസുഖം നമ്മളെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും റീമേക്കിംഗ് പ്രോസസ്സിലോട്ട്, അതായത് നമ്മൾ മുമ്പേ നമ്മൾ എങ്ങനെ ഒരു അലക്ഷ്യമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു നമുക്ക്, അതായത് എന്തും കഴിക്കാനും എങ്ങനെ നടന്നാലും നമുക്ക് ഷുഗർ നോർമൽ ലെവലിൽ വന്നിരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിലേക്ക് ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ബോഡിക്ക് ഹാനികരമാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഫുഡും ഡയറ്റും എക്സസൈസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ പ്രയാസങ്ങളില്ലാതെ ഒരുപാട് കാലം മുന്നോട്ട് പോകാം. അതായത് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അറിയാം, കണ്ണിന് കാഴ്ചക്കുറവ് വരാൻ നമുക്ക് അമിതമായിട്ട് ഷുഗർ നമ്മുടെ ശരീരത്തിൽ നിൽക്കുമ്പോൾ, മുറിവുകൾ ഉണങ്ങാണ്ടിരിക്കാം, അണുബാധ വരാം, ശരീരഭാരം കുറയാം, അതുപോലെ തന്നെ രാത്രിയുള്ള ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, അമിതമായിട്ടുള്ള ദാഹം, മറ്റ് കംപ്ലയിൻസുകൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഷുഗർ അതിനെ ബാധിക്കാം. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒരു ക്ഷീണോ, അസ്വസ്ഥത, ഉന്മേഷക്കുറവ്, ഇതൊക്കെ തന്നെ ഷുഗർ ഉള്ള ഒരാൾക്കുള്ള സിംറ്റംസാണ്, അതായത് ലക്ഷണങ്ങളാണ്. നമ്മൾ പ്രധാനമായിട്ടും പലപ്പോഴും ഷുഗർ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകൾക്ക് ഷുഗർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രമേഹം ഐഡൻറ്റിഫൈ ചെയ്യാം ഒരുപാട് ഹൈ ലെവലൊക്കെ ആയതിനു ശേഷമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അത്രയും കാലം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതികഠിനമായിട്ടുള്ള ദാഹം, ക്ഷീണം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുക, അതുപോലെ തന്നെ എന്തെങ്കിലും പെട്ടെന്നുള്ള തലചുറ്റി വീഴുക, അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പോകുമ്പോഴായിരിക്കും ഒരു 300-400 ഷുഗർ ആയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇതൊരു മെൻ്റൽ ഷോക്ക് കൂടിയാണ്. ഇനിയിപ്പോൾ നമുക്ക് പഴയ ലൈഫ് ഉണ്ടാവില്ല എന്നുള്ള ഒരു രീതി കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിനെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പീപ്പിൾസിനെ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എങ്ങനെയാണ് ജീവിച്ചത് അതുപോലെ തന്നെ നമുക്ക് പോകാം. ബട്ട് ഇച്ചിരി ശ്രദ്ധ വേണമെന്ന് അർത്ഥം. പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ട്രയാങ്കിൾ ലൈക്ക് ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ പോവുക. ട്രീറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ശരീരത്തിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്, അതായത് നമ്മളൊരു കറക്റ്റായിട്ടൊരു ഡയറ്റ്, ശരീര ഭാരത്തിലൊരു നിയന്ത്രണം വയ്ക്കുക, പിന്നെ ഒരു മെഡിസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മെഡിസിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ഒരു കറക്റ്റ് എക്സസൈസ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഷുഗർ നമുക്ക് കുറക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കൊരു ഡോക്ടർ ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ഒരു ടാബ്ലറ്റ് തന്നു, നിങ്ങൾ അത്രയും ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് പോകുക എന്നുണ്ടെങ്കിൽ ആ ഒരു ടാബ്ലറ്റിൻ്റെ എണ്ണം കുറക്കാനും ആ ഒരു ടാബ്ലറ്റിൻ്റെ ഡോസ് കുറക്കാനും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഡയബറ്റീസ് വരിക എന്നുള്ളത് പൊതുവേ നമുക്കറിയാം. എന്നാലും ലിവർ ഡിസീസൊക്കെ ഉള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ
ഇടയ്ക്കിടയ്ക്ക് ഫാറ്റി ലിവർ, നമ്മൾ എന്ത് സ്കാനിങ് ഏത് സമയത്ത് ചെക്ക് ചെയ്യുമ്പോഴും ഒരു ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഉം 2 ഒക്കെ മാറി മാറി വരുന്ന ആളുകൾക്ക് ഭാവിയിൽ ഷുഗർ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അത്ര ആളുകൾ ഒരു പരിധിയിലപ്പുറം ഒരു 8 മാസത്തിൽ ഒരിക്കലെങ്കിലും, പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് PCOD, റിക്കറൻ്റ് ആയിട്ട് PCOD പേഷ്യൻ്റ് ഉണ്ടായിരിക്കും. PMOS ഇപ്പോൾ അങ്ങനെ പേര് മാറിയിട്ടാണ് വരുന്നത് എങ്കിലും സിംറ്റംസ് ഓൾമോസ്റ്റ് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ മെറ്റബോളിസത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണല്ലോ, അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ എടുക്കുക. ഇപ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാവും, അതായത് പ്രഗ്നൻസിയിലൊക്കെ ഡയബറ്റീസ് വരിക. അത്തരം ആളുകൾക്ക് ചിലപ്പോൾ പ്രഗ്നൻസി കഴിയുന്നതോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം ഒഴിഞ്ഞു പോയാലും പിന്നീട് ഭാവിയിൽ നമ്മൾ ഒരു 1 ഇയറിൽ വൺസ് എങ്കിലും, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, നല്ലതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റ് കൊളസ്ട്രോളുമായിട്ട് ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്ന കേസ് ആണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഷുഗർ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ ശരീരം ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്, പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ഇടയിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഇത് വിലയിരുത്തി ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ. മാത്രമല്ല ഇപ്പോൾ മേലെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ പറയുന്നത് ഇതിപ്പോൾ എങ്ങനെയാണ് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. ശാരീരിക നിയന്ത്രണം എന്ന് പറയുന്നത് മനസ്സിനെ കൂടി പാകപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊന്നും നമുക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വരുന്ന സ്ട്രെസ്സ്, ഇപ്പോൾ ഷുഗർ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെസ്സ് വരും. അപ്പോൾ നമുക്കതിനെ ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നമുക്ക് ഭക്ഷണം, അതായത് പ്രീ ഡയബറ്റിക്കിൻ്റെ കേസിലൊക്കെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കും നമുക്ക് നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരും. ഇപ്പോൾ ഭക്ഷണം ഏതെങ്കിലും കിട്ടാതിരിക്കുമ്പോൾ ഒരു തരം മാനസികപരമായിട്ടൊരു ഇത് ഉണ്ടായിരിക്കുക. അത്തരം അവസ്ഥകളിൽ നമ്മൾ മെൻ്റൽ സ്ട്രോങ് ആക്കാനാണ് നമ്മൾ എക്സസൈസിൻ്റെ പ്രാധാന്യം ഇതിലധികമായിട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ വെയിറ്റ് നിയന്ത്രിക്കുന്നതും, ഉള്ള വെയിറ്റിൽ നിന്ന് ഒരു 10 kg നമ്മൾ കുറച്ചാൽ തന്നെ അതൊരു പരിധിവരെ നമുക്ക് ഷുഗർ കൺട്രോളിൽ കിട്ടും. ഇനി നമുക്ക് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ എക്സസൈസ് കൂട്ടത്തിൽ എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് അറിയുകയാണെങ്കിൽ കുറച്ചും കൂടി പേഷ്യൻസിന് നല്ലതായിരിക്കും. അപ്പോൾ അത്തരം കഴിക്കാൻ പറ്റുന്ന ഒരു 3 റെസിപ്പീസിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ചില പേഷ്യൻസ് പറയും, ഡോക്ടർ ഇനിയിപ്പോൾ ഈ ഷുഗർ ആയതിനു ശേഷം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ഉള്ള ടെൻഷനാണ്, അത് കഴിച്ചാലും നമുക്ക് ഷുഗർ വരുമല്ലോ, ഇത് നോക്കുമ്പോൾ ഈ ഭക്ഷണം കഴിച്ചാലും. അപ്പോൾ എന്താണ് പ്രോപ്പറായിട്ട് കഴിക്കുക, അതും പെട്ടെന്ന് കഴിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻറ്റിന് എപ്പോഴും വിശക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരു പണ്ടത്തെ പോലെ, അല്ലെങ്കിൽ എല്ലാ ആളുകളും ചെയ്യുന്ന പോലെ രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇങ്ങനെ ഒരു ഫുഡിൻ്റെ ടൈം ടേബിൾ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു 2.5 മണിക്കൂർ ഇടവിട്ടെങ്കിലും കുറേശ്ശായിട്ട് ഭക്ഷണം കഴിക്കാനാണ് നല്ലത്. അത് അവർക്കുടെ ഒരു എനർജി നിലനിർത്താൻ ഹെൽപ്പാക്കുന്നതാണ്. അപ്പോൾ ആ 3 റെസിപ്പീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കുറച്ച് കടല നിങ്ങൾ വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടല കുറച്ച് വേവിച്ച് അവിടെ കുക്ക് ചെയ്ത് മാറ്റി വെക്കുക. അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളരി ചെറിയ പീസാക്കിയിട്ടോ അതുപോലെ തന്നെ ഈക്വലായിട്ടോ അതിൽ കുറച്ചധികം അല്ലെങ്കിൽ ഈക്വലായിട്ടോ അതിൽ കുറച്ചിട്ടോ നമ്മൾ വെള്ളരി, അതുപോലെ തന്നെ സവാള ചെറിയ പീസായിട്ട്, തക്കാളി, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും അതുപോലെ തന്നെ നാരങ്ങാ നീരും ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡായി, പ്രോട്ടീനും കിട്ടി, സാലഡ് ഐറ്റംസ് ശരീരത്തിലെത്തി, ഇത്രയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി ഫീൽ ചെയ്യുന്ന രീതിയിലൊരു ഫുഡായി പെട്ടെന്ന് കഴിക്കാനും പറ്റും. വിശക്കുമ്പോൾ നമുക്ക് വയറ് ഫില്ലായ ഒരു രീതിയിൽ വരാം. ഇതിലോട്ട് ഇപ്പോൾ പേഷ്യൻറ്റിന് ഇപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ കഴിക്കുന്ന നട്ട്സുകൾ, ഒരുപാട് നട്ട്സ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല ഷുഗറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള നട്ട്സുകൾ കഴിക്കാം. ഇച്ചിരി ഒലീവ് ഓയിൽ ആഡ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴിക്കാം. രണ്ടാമത്തത് മുട്ടയാണ്. 2 മുതൽ 3 മുട്ട വരെ നിങ്ങൾക്ക് എടുക്കാം. അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലോട്ട് 1 കപ്പിൽ കൂടുതൽ ക്യാരറ്റ്, പിന്നെ അതുപോലെ സവാള, 1 കപ്പിൽ കൂടുതൽ ക്യാരറ്റും സവാളയും മിക്സ് ചെയ്തിട്ട് കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതിലോട്ട് കുറച്ച് എക്സ്ട്രാ ചീര ഐറ്റംസ്, അത് ചീര ഏത് തരത്തിലും എടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുരിങ്ങ ഐറ്റംസ് എടുക്കാം, ഇല എടുത്തിട്ട് അതും മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു വയറ് ഫുൾഫില്ലാകാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ക്ഷീണത്തിനും വ്യത്യാസങ്ങൾ ഉണ്ടാകും. ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനും ക്ഷീണം മാറാനും നമ്മൾ ചെയ്യുന്ന 3ാമത്തെ റെസിപ്പിയാണ് അതുപോലെ തന്നെ പയർ വേവിക്കുക എന്നുള്ളത്. അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുക്ക് ചെയ്തെടുത്തിട്ട് അതൊരു സൂപ്പ് മോഡലിൽ കുടിക്കുന്നത് നല്ലതാണ്. ഇതിലോട്ട് നമുക്ക് മുട്ട കുത്തി ഒഴിച്ചിട്ട് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിക്കാം. ഇതും പെട്ടെന്ന് തന്നെ ബോഡി വയറ് ഫുൾഫില്ലായിട്ട് ക്ഷീണം മാറ്റാനൊക്കെ തന്നെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ 3 റെസിപ്പീസ് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് കഴിക്കണേ, ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമ്മളെ ഭക്ഷണ രീതി എപ്പോഴും രാവിലെ ഒരു പ്രോട്ടീൻ കൊണ്ട് തുടങ്ങുന്നത് നല്ലതായിരിക്കും. അതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 2 to 3 മുട്ട എടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. അതിൽ നമുക്ക് ഓട്സ് കഞ്ഞി അല്ലെങ്കിൽ രാഗി ഇതൊക്കെ തന്നെ കഴിക്കാം.
ചപ്പാത്തി കഴിക്കുകയാണെങ്കിലും 2 ചപ്പാത്തി കഴിക്കുന്നതാണ്. ഒരു കട്ടൻ ചായ മധുരം ഇടാതെ കുടിക്കുന്നതും കുറച്ചും കൂടെ എനർജറ്റിക് ആകാൻ നമ്മളെ ഹെൽപ്പാക്കും. ഇനി രണ്ടാമത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് മുമ്പേ ആയിട്ട് നമുക്ക് കടല, പയർ, നിലക്കടല ഇത് മുളപ്പിച്ചതോ അല്ലാത്തതോ ഒക്കെ ജസ്റ്റ് ആവിയിൽ വേവിച്ച് ജസ്റ്റ് ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഉച്ചയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് പകുതി ചോറും അത് കുത്തരിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഹെൽത്തിന്. അതോടൊപ്പം തന്നെ മീനോ മുട്ടയോ ചിക്കൻ ഇതും പ്രോട്ടീനാണ്. അപ്പോൾ നമ്മൾ ഏതാണ് വേണ്ടതെന്ന് ഡിഫറെൻ്റായിട്ട് മാറ്റിയെടുത്തിട്ട് അതിലോട്ട് കുറച്ച് അധികമായിട്ട് പച്ചക്കറികൾ തന്നെ വേവിച്ച് കഴിക്കുന്നതാണ്. ആ സമയത്ത് കുറച്ചധികം വേവിച്ച് കഴിക്കുക. എല്ലാ മണ്ണിന് മേലെയുള്ള പച്ചക്കറികൾ വേവിച്ച് കഴിക്കുന്നതാണ്. ഇൻ ബിറ്റ്വീൻ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തിയിട്ട് കുറച്ച് സ്നാക്സുകൾ കഴിക്കാം. അത് കഴിക്കുന്ന സമയത്ത് കടല, പയർ അതായിട്ടും നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ നട്ട്സുകളുടെ അളവ് കുറച്ചിട്ട് അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ കക്കരി, ക്യാരറ്റ് ഇത് കഴിക്കുന്നത് കുറച്ച് നമുക്ക് വിശപ്പ് കുറക്കാൻ ഹെൽപ്പാക്കും, ക്ഷീണം കുറക്കാൻ ഹെൽപ്പാക്കും. അതിലോട്ട് നമുക്ക് ക്യാരറ്റ് ഉൾപ്പെടുത്താം. അങ്ങനെയുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്താം. ഇനി വൈകുന്നേരം പരമാവധി ഒരു 7:30യുടെ മുന്നേ ആയിട്ട് തന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് മാക്സിമം മറ്റെന്തെങ്കിലും അരിഭക്ഷണം തന്നെ ഒഴിവാക്കിയിട്ട് പകരം 2-3 ചപ്പാത്തി അല്ലെങ്കിൽ ഇതുപോലെ രാഗി, അതല്ലെങ്കിൽ ഓട്സ് കഞ്ഞി, അല്ലെങ്കിൽ ഓട്സ് ആയിട്ടോ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുക. ഇപ്പോൾ പാലിൽ ഓട്സ് മിക്സ് ചെയ്തിട്ടൊക്കെ കഴിക്കുന്നതും നമുക്ക് ഇതിങ്ങനെ മാറ്റി കഴിക്കുന്നത് നമുക്ക് മുഷിപ്പില്ലാണ്ട് ഇത് കഴിക്കാനും എനർജി നമ്മളെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടാവാനൊക്കെ ഹെൽപ്പാക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ദിവസവും ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ നിങ്ങൾക്ക് നടക്കാം. അത് വീശി നടക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡോക്ടറുടെ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ നമ്മളുടെ ഫുഡിലുള്ള വ്യത്യാസങ്ങൾ, പുതിയ റെസിപ്പീസും പുതിയ ഭക്ഷണങ്ങൾ വെച്ചിട്ട് നമ്മൾ അത് മാറ്റി ഉണ്ടാകുന്നത് നമുക്ക് പേഷ്യൻസിൽ നിരന്തരമായിട്ട് ഷുഗർ വന്നതിൻ്റെ പേരിൽ ഒരേ ഭക്ഷണം കഴിക്കുമ്പോൾ ഉള്ള മാനസിക സ്ട്രെസ്സ് ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. മതിയായ ഉറക്കമില്ലെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ഒരു 7 to 8 മണിക്കൂർ നിങ്ങൾ നിർബന്ധമായിട്ട് ഉറങ്ങണം. ഷുഗർ പേഷ്യൻ്റ് ഷുഗർ നമ്മളുടെ വൃക്കയെ ബാധിക്കുകയോ അതല്ലാത്ത രീതിയിൽ നമുക്ക് മറ്റെന്തെങ്കിലും കൂടുതലൊരു അസുഖത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ലിമിറ്റ് വെച്ച് മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എപ്പോഴും മതിയായ വെള്ളം കുടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പിന്നെ അത്യാവശ്യം ഉറക്കം, സ്ട്രെസ് ഫ്രീ ആകുക, മെൻ്റലി നമ്മൾ ഫിറ്റ് ആകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം യോഗ, ജിമ്മ്, മറ്റ് ചെറിയ കെഗൽ എക്സസൈസുകൾ, ബട്ടർഫ്ലൈ പൊസിഷൻ എക്സസൈസുകൾ ഇതൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നല്ലതാണ്. മധുര പലഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാൻ പറയും, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ പറയുമ്പോൾ അത് നേരെ കൊണ്ടുപോയി ജ്യൂസ് കുടിച്ച് കഴിക്കുന്ന ഒരു ശീലം ഒഴിവാക്കിയിട്ട് പരമാവധി കട്ട് ഫ്രൂട്ട്സ് ആക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നല്ല രീതിയിൽ ശരീരഭാരം നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലാവുക. ഒരു 5 kg എങ്കിലും അറ്റ്ലീസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തുടർച്ചയായി ഇരുത്തുള്ള ജോലികളൊക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 5 to 8 മിനിറ്റ്സ് വരെ നമ്മളൊരു റിലാക്സേഷൻ ബോഡിക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പ്രമേഹ രോഗം എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്പോയിലായി അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യം ഈ ഒരു അസുഖത്തിനില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കണ്ണിനെ ബാധിക്കാം, കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കാം, അത് ഹൃദയത്തിനെ ബാധിക്കാം, അതുപോലെ തന്നെ വൃക്ക തകരാറിലാക്കാം. BP-യുടെ ആ ഒരു അനുപാതം ഒരു പക്ഷേ നിങ്ങൾക്ക് കൂട്ടുന്നതായിട്ട് കാണാം. മാനസികപരമായിട്ടൊരു സ്ട്രെസ്സ് വരാം. മുറികളുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാം. നമുക്ക് ഒരിക്കലും തന്നെ മുറിവ് വന്നു കഴിഞ്ഞാൽ മാറാൻ പറ്റാത്തൊരു സാഹചര്യം വരാം. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ പേഷ്യൻസ് ചോദിക്കുന്നതാണ്, ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ അത് സെക്ഷൽ ലൈഫിനെ ബാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ബാധിക്കും. സെക്ഷൽ ലൈഫിൽ ആഫ്റ്റർ ഇപ്പോൾ ഒരു 2 years 3 years ഒക്കെ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ചില പേരിലൊക്കെ ഇത് കൺട്രോൾ അല്ല എന്നുണ്ടെങ്കിൽ ഉദാഹരണ പ്രശ്നങ്ങൾ വരാം. അതും എന്തുകൊണ്ടാണ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഞരമ്പുകൾക്ക് വരുന്ന തരിപ്പ്, മരവിപ്പ്, ഷുഗർ അമിതമായിട്ട് ശരീരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. കറക്റ്റായിട്ടൊരു രക്തയോട്ടം അവിടെ ഇല്ലാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഉദാഹരണ പ്രശ്നങ്ങളും ലൈംഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സെക്ഷൽ ലൈഫിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ പ്രമേഹ രോഗികളിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും നമ്മളുടെ പ്രമേഹം കൺട്രോളിലല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കൺട്രോൾ ചെയ്യാതെ ഇതിനായിട്ട് മരുന്ന് കഴിച്ചിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഷുഗർ കൺട്രോളിലാക്കുക എന്നുള്ളത് വലിയ ടാസ്ക്കുള്ള കാര്യമൊന്നുമല്ല. കൃത്യമായിട്ടൊരു ഡയറ്റും എക്സസൈസും ഭാര നിയന്ത്രണവും മെഡിസിനും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് കൺട്രോൾ, അതായത് നോർമൽ ലൈഫിൽ എങ്ങനെ പോകണോ അങ്ങനെ തന്നെ പോകാൻ പറ്റും.
ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, കോഴിക്കോട്.